ആൻഡ്രൂ രാജകുമാരൻ്റെ ആരോപണത്തിന് അടിസ്ഥാനമായ സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരിയായ വെർജീനിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയെ 17 വയസ്സുള്ളപ്പോൾ ആൻഡ്രൂ രാജകുമാരൻ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് സംഭവം. എപ്സ്റ്റീൻ്റെ വീട്ടിൽ വെച്ച് എപ്സ്റ്റീൻ്റെ ഗേൾഫ്രണ്ട് ഗിലെയിൻ മാക്സ്വെല്ലും കൂടി ചേർന്നിട്ട് ഇവരെ റേപ്പ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഈ ആരോപണം വരുമ്പോൾ തന്നെ ആൻഡ്രൂ രാജകുമാരൻ നിഷേധിച്ചു. ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു അറിയാം? ഷീസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു. അതായത് 17 വയസ്സുള്ളൊരു പെൺകുട്ടി, അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു, അതുകൊണ്ടാണ് ആൻഡ്രൂവിൻ്റെ അടുത്ത് പോയതെന്നാണ് അവരുടെ ആദ്യത്തെ പ്രതികരണം ഉണ്ടായിരുന്നത്. അവർ ആൻഡ്രൂ രാജകുമാരനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. 2009-2010 കാലത്ത് ജെഫ്രി എപ്സ്റ്റീൻ ആദ്യമായി ജയിലിൽ പോകുന്നു. ഫസ്റ്റ് ടൈം ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നിറങ്ങുമ്പോൾ ആ സമയത്ത് 2009 ഈ പറയുന്ന ആൻഡ്രൂ രാജകുമാരൻ പറഞ്ഞത് അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് 2010 ആൻഡ്രൂ രാജകുമാരൻ എപ്സ്റ്റീൻ അയച്ചൊരു ഇമെയിൽ കഴിഞ്ഞ ദിവസം ചോർന്നു. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം. ആ ഇമെയിലിൽ പറയുന്നുണ്ട്, വി ബോത്ത് ആർ ടുഗദർ ഇൻ ദിസ് കേസ്, നമ്മൾ രണ്ടുപേരും ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചേക്കാണ്. ആ മെയിൽ പുറത്തു വന്നപ്പോഴാണ്, അതുമാത്രമല്ല ഈ ഒരു റോയൽ ഇൻസൈഡർ എന്ന് പറയാവുന്ന ഒരാൾ, അതായത് ആൻഡ്രൂവിൻ്റെ ഉപദേശകൻ പദവിയിലുള്ള ഒരാളുടെ ഒരു വീഡിയോയും പുറത്തു വന്നു UK. ആ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ആൻഡ്രൂ ഭയങ്കര കുഴപ്പക്കാരനാണ്. വേറൊരാളുടെ സംസാരിക്കുന്ന ഒരു ഒളിക്യാമറയാണ്. ആ ഭയങ്കര കുഴപ്പക്കാരനാണ്, ചെറിയ പെൺകുട്ടികളെയൊക്കെ റേപ്പ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഇത്രയും വൃത്തിയായിട്ട് അവൻ എത്രയോ പ്രാവശ്യം എന്നോട് കള്ളം പറഞ്ഞു, ഞാൻ ചോദിച്ചതാണ്, അതിലൊക്കെ എന്നോട് കള്ളം പറയായിരുന്നു ആൻഡ്രൂ, ചെറിയ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന വൃത്തികെട്ടനാണെന്ന് ഇയാൾ തുറന്നു പറയുന്ന ഒരു വീഡിയോയും പുറത്തു വന്നു. പിന്നെ ബക്കിംഗ്ഹാം പാലസിന് വേറെ ഒന്നും ചെയ്യാനില്ല, അയാളെ പുറത്താക്കുക എന്നുള്ളതല്ലാതെ. ഇപ്പോൾ അയാളുടെ പദവി, രാജകുമാരൻ എന്നുള്ള പദവി അഴിച്ചു വാങ്ങുന്നു. ഇനി മുതൽ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ എന്നായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹം ബക്കിംഗ്ഹാം പാലസിൽ താമസിക്കില്ല, വേറെ ഏതൊരു വീട്ടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആൻഡ്രൂവിനെതിരെ ആരോപണം ഉന്നയിച്ച് വെർജീനിയ കഴിഞ്ഞ ഏപ്രിൽ സൂയിസൈഡ് ചെയ്തു. 41 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടിയല്ല, യുവതിയാണ്. അപ്പോൾ അവർ ഈ സൂയിസൈഡ് ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞ്, ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 20 മറ്റാണെന്നാണ് അവരൊരു മെമ്മയർ, അവരുടെ ഒരു പുസ്തകം, നോബഡീസ് ഗേൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അതിൻ്റെ കുറേ 1-2 പേജ് സ്കാൻ ചെയ്ത് അയച്ചു തന്നു. അപ്പോൾ അയച്ചു തന്നപ്പോൾ എങ്ങനെയാണ് ആൻഡ്രൂ ഇവരെ ഉപദ്രവിച്ചത് അതിൻ്റെ വിശദമായ ഡീറ്റെയിലും കൊണ്ട് അതിൽ പേര് പറയാതെ മുമ്പ് അവരുടെ ഈ ആൻഡ്രൂവിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തതാണ് വെർജീനിയ. അപ്പോൾ UK കോടതിയിൽ കേസ് നടത്തി നല്ലൊരു തുകയ്ക്ക്, എനിക്ക് തോന്നുന്നു 1.2 മില്യൺ പൗണ്ടിനോ മറ്റോ ആണ് ആ കേസ് ഒത്തുതീർന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒത്തുതീർക്കാം, UK നിയമമനുസരിച്ച് ഒത്തുതീർക്കാം. ആ പണം അവർ വാങ്ങുമല്ലേ. ഇത് ഈ വെർജീനിയ തന്നെ ഈ സെക്സ് ട്രാഫിക്കിങ്ങിന് വിധേയരാവുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO ഉണ്ട്. ആ NGOയിലേക്കാണ് ആ പണം സ്വീകരിച്ചത്. അപ്പോൾ ഈ വെർജീനിയ സൂയിസൈഡ് ചെയ്തത് വളരെ ദുരൂഹമാണെന്ന് വെർജീനിയയുടെ പിതാവ് മാധ്യമങ്ങളോട് ആരോപിച്ചിരുന്നു. അവർ അങ്ങനെ സൂയിസൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ മരണത്തിന് 6 മാസത്തിന് ശേഷമാണ് ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകത്തിലെ ഒരു നിർണായക പേജിൽ ഒരു പ്രൈം മിനിസ്റ്റർ വെർജീനിയ ഉപദ്രവിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. അതായത് എപ്സ്റ്റീൻ്റെ ഒരു ഐലൻഡിൽ വെച്ചിട്ട് ഉപദ്രവിച്ചത്, അതായത് ഏറ്റവും ക്രൂരമായി ലൈംഗിക പീഡനം നടത്തിയ ഒരാൾ എന്നാണ് അയാളെ പറ്റി പറയുന്നത്. ഈ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് പേര് അവർ പറയുന്നില്ല, പേടിച്ചിട്ട് ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേലാണ് എന്ന് അവരുടെ ഫയലിൽ അവർ രേഖകൾ കൊടുത്തിട്ടുണ്ട്. അത് യഹൂദ് ബറാഖാണ്, മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി. അപ്പോൾ അവളെ ഉപദ്രവിച്ചതിൽ ഏറ്റവും ക്രൂരനായ മനുഷ്യൻ, അതായത് ശരീരം മുഴുവൻ ചോര ഒലിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ ഉന്മാദിയെ പോലെ ചിരിക്കുന്ന ഒരാളായിരുന്നു യഹൂദ് ബറാഖ് എന്നാണ് അവർ ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ വെർജീനിയയുടെ മരണം ദുരൂഹമാണെന്ന് പറയുന്ന വെർജീനിയയുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ 10 വയസ്സുള്ളപ്പോൾ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വന്തം സുഹൃത്തിന് കൈമാറുകയും ചെയ്തതിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറുപ്പത്തിൽ സെക്ഷൽ അബ്യൂസിന് വിധേയരാവുന്ന പെൺകുട്ടികളാണ് പിന്നീടും അതിലേക്ക് നിരന്തരം പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് വെർജീനിയയുടെ അനുഭവം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയൽ ഒരു പക്ഷേ ഒരു അമേരിക്കൻ രാഷ്ട്രീയത്തിലൊരു വാട്ടർലൂ ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വെർജീനിയയുടെ പുസ്തകത്തിൽ ട്രംപിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ ട്രംപിനെ പറ്റി നെഗറ്റീവായിട്ടൊന്നും അവർ രേഖപ്പെടുത്തിയിട്ടില്ല. ട്രംപുമായിട്ട് ഒരിക്കൽ സംസാരിച്ചു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു എപ്സ്റ്റീൻ്റെ ഈ ഐലൻഡിൽ വെച്ചതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും എപ്സ്റ്റീൻ ഫയലിൻ്റെ 3% രേഖകളെ പുറത്തു വന്നിട്ടുള്ളൂ. അതായത് അമേരിക്കയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ കൈവശമുള്ള രേഖകളിൽ വെറും 3%. അത് മുഴുവൻ പുറത്തു വരുമ്പോൾ ട്രംപ് പെടും എന്നാണ് ഡെമോക്രാറ്റുകൾ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അത് പുറത്തു വിടും എന്നുള്ളതായിരുന്നു 2016 ട്രംപിൻ്റെ പ്രഖ്യാപനം. അദ്ദേഹത്തിന് ഫസ്റ്റ് ടൈമിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്, ഞാൻ അധികാരത്തിൽ വന്നാൽ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വിടും എന്നുള്ളതായിരുന്നു. പക്ഷേ എപ്സ്റ്റീൻ ഫയലിൽ ഇനി ആരൊക്കെയുണ്ട്? അതിൽ നോബൽ ജേതാക്കൾ മുതൽ ശാസ്ത്രജ്ഞന്മാർ മുതൽ രാഷ്ട്രീയക്കാരൻ മുതൽ പ്രധാനമന്ത്രി വരെ നീങ്ങുന്ന വലിയ പട്ടിക എപ്സ്റ്റീൻ്റെ സുഹൃത്ത് വലയത്തിലുണ്ട്. അതിൽ ആരൊക്കെയാണ് ഇരപിടിയന്മാർ, ആരൊക്കെയാണ് പ്രെഡേറ്റേഴ്സ് എന്നുള്ളത്, ഈ വിവരങ്ങൾ മുഴുവൻ
ഈ ഫയൽ മുഴുവൻ പുറത്തു വന്നാലേ മനസ്സിലാവും. പക്ഷെ അത് പുറത്ത് വരാതിരിക്കുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എലോൺ മസ്കിൻ്റെ ഒരു ട്വീറ്റാണ്. മസ്ക് പറഞ്ഞല്ലോ ട്രംപ് അത് പുറത്തുവിടാത്ത ട്രംപിൻ്റെ പേര് അതിലുള്ളതുകൊണ്ടാണെന്ന്. അതുണ്ടോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത്.